കോൺഗ്രസുകാർക്ക് സാധാരണക്കാരായ കോൺഗ്രസുകാർക്ക് നെഞ്ചിടിപ്പിന്റെ ഇടുക്കിയിൽ നോക്കൂ, UDF സ്ഥാനാർത്ഥി 2929 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർന്നു, EVM മെഷീൻ പൊട്ടിച്ചു തുടങ്ങി എന്ന് തന്നെ കണക്കാക്കാം. കാരണം 8:20 ഏകദേശ കണക്കായി നിതിൻ നേരത്തെ പറഞ്ഞിരുന്നത്. 8:20 കഴിഞ്ഞു, 8:30 മാക്സിമം. നമുക്ക് ചെറിയ ലാഗൊക്കെ ഉണ്ടായാൽ തന്നെ 8:30. ഇനിയിപ്പോൾ എണ്ണുന്നത് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും EVM-ലേതാണ്. പോസ്റ്റൽ വോട്ടിന്റെ ട്രെൻഡ് മാറിയിരിക്കുന്നു. ഇനിയുള്ളതാണ് കറക്റ്റായി ഒരു കണക്കായി നമുക്ക് പറയാനാകുന്നത്. നിതിൻ, തീർച്ചയായും പോസ്റ്റൽ ബാലറ്റുകൾ ഏകദേശം എണ്ണി അവസാനിപ്പിക്കാനുള്ള സാഹചര്യമായിട്ടുണ്ട്. 8:20-25 കൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ആ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോഴുള്ള ലീഡ് അത് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് തങ്ങളുടെ ജനപ്രതിനിധി ആരായിരിക്കണമെന്നതിൻ്റെ നേർചിത്രമായിരിക്കും. ആ ലീഡ് കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദിശാസൂചികയായിരിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് ഏറ്റവും സുപ്രധാനമായ കാര്യം, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് ആ ലീഡ് നിലനിർത്താൻ കഴിയുമോ? ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചുകൊണ്ട്, ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇത്തവര താമര വിരിയുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ കേരളം മാത്രമല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചത് ഇത്തവണ കേരളത്തിൽ അവർ ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്നത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, ഈ 4 ഇടങ്ങളാണ് അവർ ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്നത്. പക്ഷേ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം. അവിടെയാണ് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന തരത്തിലല്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. എൻ്റെ അറിവിൽ ഇതുവരെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത ചരിത്രമില്ല. അതായത് ഒരു പോക്ക് തുടങ്ങിയിരിക്കുകയാണ് ഫിജി. LDF 7, UDF 10 എന്നിടത്താണ് മുന്നിട്ട് നിൽക്കുന്നത്. NDA താമര വിരിയുന്ന ലക്ഷണം തുടക്കത്തിൽ കാണുന്നില്ല. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ അത്യപൂർവമായി BJPക്ക് ഒരു ചെറിയ ലീഡ് മാഞ്ഞു. ചെറിയ ഇന്ത്യ 123, മറ്റുള്ളവർ 14 എന്ന കണക്കിലാണ്. ഏതാണ്ട് പകുതിയിൽ